മാവേലിക്കര നഗരസഭ 12-ാം വാർഡ് കൌൺസിലറായിരുന്ന കനകമ്മ സോമരാജൻ എന്ന 68-കാരിയാണ് കിടപ്പുമുറിയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ ഏകമകൻ കൃഷ്ണദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാവിലെ 8:30 അമ്മയുടെ CPIയിലെ സഹപ്രവർത്തകനായ ശ്യാംകുമാറിനോട് താൻ അമ്മയെ കൊന്നെന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞു. ശ്യാം ഉടൻ തന്നെ ഈ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് കൃഷ്ണദാസിനെ ബന്ധപ്പെട്ടപ്പോൾ കൊലപാതകം നടത്തിയെന്ന് അയാൾ സമ്മതിച്ചു. കീഴടങ്ങാൻ എത്തുകയാണെന്ന് അറിയിച്ചു. തുടർന്ന് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. 8 വർഷങ്ങൾക്ക് മുൻപ് കുടുംബ പ്രശ്നത്തെ തുടർന്ന് കൃഷ്ണദാസിന്റെ ഭാര്യ ഡിവോഴ്സായിരുന്നു. ഇവരെ തിരികെ കൊണ്ടുവരാനുള്ള ഇയാളുടെ ശ്രമത്തിന് അമ്മ എതിരുനിന്നതാകാം കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്നത്. മാവേലിക്കര CIC ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വിരലടയാള വിദഗ്ധരും ശാസ്ത്രീയ പരിശോധനാ സംഘവും സ്ഥലത്ത് പരിശോധന നടത്തി. പ്രതി ലഹരിക്കടിമയായിരുന്നതായും പറയപ്പെടുന്നുണ്ട്. മാവേലിക്കരയിൽ നിന്ന് അധികം അകലെയല്ലാത്ത പുല്ലുകുളങ്ങരയിൽ നടുക്കിയ കൊലപാതകം നടന്നിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. പുല്ലുകുളങ്ങര സ്വദേശിയായ നടരാജൻ കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് കൊല്ലപ്പെടുന്നത്. അമിതമായി ലഹരി ഉപയോഗിച്ചിരുന്ന മകൻ നവജിത്ത് വെട്ടുകത്തികൊണ്ട് അച്ഛനെയും അമ്മ സിന്ധുവിനെയും വെട്ടി. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള സിന്ധു ഇപ്പോഴും അബോധാവസ്ഥയിൽ തുടരുകയാണ്. റിമാൻഡിലായിരുന്ന നവജിത്ത് ജയിലിൽ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നു. ആദ്യം മാവേലിക്കരയിലെ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കും നവജിത്തിനെ മാറ്റി. അമിത ലഹരി ഉപയോഗമാകാം അസ്വാഭാവികത പ്രകടിപ്പിക്കാൻ കാരണമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. എന്നാൽ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അഭിഭാഷകനായ പ്രതിയുടെ തന്ത്രമാണോ ഇതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട്. ചികിത്സയ്ക്ക് ശേഷം നവജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങും. രാസലഹരിയുടെ ഉന്മാദത്തിൽ വെട്ടുകത്തികൊണ്ട് തലങ്ങും വിലങ്ങും വെട്ടിയത് സ്വന്തം മാതാപിതാക്കളെയാണെന്ന് അറിഞ്ഞില്ലെന്നാണ് പ്രതി നൽകിയിരിക്കുന്ന മൊഴി. ചോദ്യം ചെയ്യലിനിടെ നവജിത്ത് പലതവണ പൊട്ടിക്കരയുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. പണത്തെ ചൊല്ലി അച്ഛനും മകനും തമ്മിൽ തർക്കിക്കുന്നതിന്റെ ഒരുപാട് ദൃശ്യങ്ങൾ വീട്ടിലെ CCTV ക്യാമറകളിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നടരാജന്റെ മുറിയിലെ അലമാരയിൽ നിന്ന് കണ്ടെത്തിയ 5 ലക്ഷത്തിലധികം രൂപയും 50 പവനോളം സ്വർണ്ണാഭരണങ്ങളും കോടതിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരാഴ്ചക്കിടെ നടന്ന 2 കൊലപാതകങ്ങളിൽ നാട്ടുകാരും ഭയപ്പാടിലാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.